യേശു അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വീട്ടിൽ ഇവർ വന്നപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ചതാണോ? അല്ല, യേശുവിന് വീട് പോലും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഏതാ സംഭവം? ഇവരുടെ വീട്ടിൽ യേശു പോയി. ഇവരുടെ വീട്ടിൽ യേശു പോയപ്പോൾ അവർ ഭക്ഷണം കൊടുത്തു. അവിടെ ഞങ്ങൾ ഇച്ചിരി വലിയ കുടുംബക്കാരാ, ഇവിടുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞില്ല, അവിടുന്ന് കഴിച്ചു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് പറഞ്ഞു. അല്ല പക്ഷേ മനസ്സിലാകാത്തല്ല, എന്നെ കൊണ്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയില്ല, ഓക്കെ വേണ്ട. അതുകൊണ്ട് വചനം അങ്ങനെ അല്ലെന്ന് പറയാനൊക്കെയല്ലോ. സ്വതന്ത്രം. ഈ ഭക്ഷണം എന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ ഒരു വലിയ ഗമയൊന്നും ആക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു സ്ഥലത്ത് വിലയേറിയ ഫുഡെന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് വേണ്ടാത്തതാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ചിലർക്ക് ഭയങ്കര ഗമയാണ് ഇതൊക്കെ. അത് ഒരു ഗമയൊന്നുമല്ല. നിനക്കത് തിന്നാൻ യോഗമില്ല, അത് പറഞ്ഞാൽ മതി. അതൊക്കെ ഇതിനും വലിയ പൊങ്ങച്ചായിട്ട് പറയുന്നത്. ഞാനത് കഴിക്കില്ല, വേണ്ട, തിന്നാൻ യോഗമില്ല, അതുകൊണ്ട്. ഇതിനകത്തൊന്നും ഒരാളെ താത്തി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളതൊന്നും കഴിക്കില്ല, കഴിക്കണ്ട, അത്രയല്ലേ ഉള്ളു കാര്യം. ഇതൊന്നും അഭിമാനത്തിൻ്റെ ഭാഗമൊന്നുമല്ല, അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് അതൊക്കെ. ദൈവപുത്രൻ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. സ്തോത്രം. നോർത്ത് ഇന്ത്യയിലെ വർക്കിന് പോയ സഹോദരങ്ങളുടെ അനുഭവങ്ങൾ കേട്ടാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് തോന്നും. കൈകൊണ്ടൊക്കെയാണ് അവർ വിളമ്പിത്തരുന്നത്. മീൻകറിയൊക്കെ കഷ്ണം കിട്ടണ്ടേ, ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് തരും. അപ്പം നമ്മുടെ ആളുകളിൽ പലരും അന്നേരം ഉപവാസമാണെന്ന് പറയും. ഞങ്ങൾ ഉപവാസമാണ്. സ്തോത്രം. അപ്പോൾ കാനഡക്കാരൻ മിഷണറി പറഞ്ഞു, ബഹുത്തച്ച, പുള്ളി ഉപവാസമല്ല. എന്തിനാ? ഇവരെ നേടാനാ. പ്രൈസ് ദി ലോർഡ്. ഇതാര് തുടങ്ങി വെച്ചു? മിശിഹാ തമ്പുരാൻ. മിശിഹാ തമ്പുരാൻ വലിയ കുടുംബത്തിൽ ജനിച്ചതാണോ? എന്തോ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാം വിവരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവം കരുണ തോന്നിയതുകൊണ്ട് ഈ കൃപയിൽ നാം വന്നു എന്നല്ലാതെ ഒരു കുടുംബ മഹിമയും പറയണ്ട. സ്തോത്രം. യേശു കർത്താവ് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ഗുണം എന്നാണെന്നറിയോ? ഇനി ഏത് കെടികെട്ടിയവൻ വന്നാലും ഇവർ പറയും, ഈശോ മിശിഹാ കഴിച്ചതാ ഇവിടുന്ന്, നിങ്ങൾക്ക് വേണേ കഴിച്ചാൽ മതി. അപ്പം അവരുടെ അന്തസ്സ് ഉയർന്നു. ഞാൻ പറയുന്ന ദൂത് കേട്ടോണം. യേശു നിന്റെ വീട്ടിൽ വന്നതാ ഇന്ന് നീ അനുഭവിക്കുന്ന മുഴുവൻ അന്തസ്സിനും കാരണം. നിന്റെ അന്തസ് ഉയർത്തിയത് ദൈവപുത്രനാണ്. മറക്കരുത്. നമ്മുടെ അന്തസ് ഉയർത്തിയത് നമ്മുടെ ഉദ്യോഗമല്ല, നമ്മുടെ അന്തസ് ഉയർത്തിയത് നമ്മുടെ സുഹൃത്തുക്കളല്ല, നമ്മുടെ അന്തസ് ഉയർത്തിയത് കുരിശിൽ രക്തം ചൊരിഞ്ഞ ദൈവപുത്രനത്രേ. മറക്കരുത്. കർത്താവ് അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ വീട്ടുകാർക്ക് തന്നെ ഒരു ഗമയായി. മൂന്ന് കംപ്ലൈൻറ്റ് അവർ യേശുവിൻ്റെ പേരിൽ കൊണ്ടുവന്നു പരീശന്മാർ. ഒന്ന്, അവർക്ക് വചനം കൊടുത്തു. രണ്ട്, അവരെ അക്സെപ്റ്റ് ചെയ്തു. മൂന്ന്, അവരോട് ഭക്ഷണം കഴിച്ചു. ഈ മൂന്ന് വിഷയം അവർ ഗൗരവമായിട്ട് ഉന്നയിച്ചു. യേശുവിനെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാവോ എന്ന് പറഞ്ഞ് പിറുപിറുത്തു. കർത്താവായ യേശു വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ്, അവരെ കൊന്നുകളയുന്ന ആളല്ല. കർത്താവ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് 3 സ്റ്റോറി പറഞ്ഞു. അതാണ് ഈ അധ്യായത്തിലെ വിഷയം. 3 സ്റ്റോറി. ഈ വിമർശനങ്ങളുടെ വായടയ്ക്കാൻ അല്ലെങ്കിൽ അതിന് വിശദീകരണം കൊടുക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞ 3 സ്റ്റോറിയാണ്. 100 ആടിൻ്റെ ഉപമ, 10 ദ്രഹ്മയുടെ ഉപമ, 2 മക്കളിൽ ഒരുവൻ വീട് വിട്ടുപോയ ഉപമ, അല്ലെങ്കിൽ മുടിയൻപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകളിലൂടെ കർത്താവ് ആരാണെന്നും എന്തിനു വേണ്ടി ലോകത്തിൽ വന്നുവെന്നും വ്യക്തമാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ അതിലൊന്നാമത്തെ ഉപമയാണ് നമ്മളിവിടെ വായിച്ചത്. ആ ഉപമയ്ക്കകത്തു നിന്നും യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നതെന്നും അവൻ ഇന്ന് എന്തു ചെയ്യുന്നുവെന്നും നമുക്ക് പഠിക്കാൻ തുടങ്ങാം, നമുക്ക് ഗ്രഹിക്കാൻ ശ്രമിക്കാം. അത് നമ്മോടുള്ള, നിങ്ങളോടുള്ള
ദൈവത്തിൻ്റെ ആലോചനയായി ഇന്ന് രാത്രി തീരട്ടെ. വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ വിമർശനത്തിന് മറുപടിയായിട്ട് യേശു കർത്താവ് ഉപമ പറയുകയാണ്. വാക്യം 3 മുതൽ വീണ്ടും വായിക്കുന്നു, കേട്ടാലും. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പാപികളെയും ചുങ്കക്കാരെയും സ്വീകരിച്ചത് എന്തുകൊണ്ട്? അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചത് എന്തുകൊണ്ട്? അവർക്ക് വചനം കൊടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി, ഞാനൊരു ഉപമ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. കർത്താവ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? അവർക്കെല്ലാം ആടുള്ളവരാണ്. അവർക്ക് മനസ്സിലാകുന്ന ഒരു ഉപമ കർത്താവ് അങ്ങ് എടുത്തതാണ്. ഞാൻ പലയിടത്തും പറയാറുള്ള ഉദാഹരണം ഇവിടെ പറയുകയാണ്. യേശു ഈ കാര്യം റാന്നി നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിൽ 100 ആടുണ്ടെന്ന് പറയില്ല, 100 റബ്ബറുണ്ടെന്ന് പറയും. ഒരു മനുഷ്യന് 100 റബ്ബറുണ്ടെന്നിരിക്കട്ടെ, അതിലൊരെണ്ണം ഒടിഞ്ഞു പോയാൽ 99നെയും അവിടെ നിർത്തിയിട്ട് അവൻ ആ ഒന്നിനെ നന്നാക്കുകയില്ലയോ? കാരണം അത് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അവിടെ ഇരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളും ആട് കൃഷിക്കാരാ. അവരോട് പറയുക, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഉണ്ട്, മിക്കവാറും പേർക്കൊക്കെ ഉണ്ട്. അതിലൊന്ന് കാണാതെ പോയാൽ, കാണാതെ പോക്ക സ്ഥിരം സ്വഭാവമാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു. ബൈബിളിൻ്റെ പ്രയോഗങ്ങളാണ്. അപ്പം ആടിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കാണാതെ പോകുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണല്ലോ. അപ്പം ആടിൻ്റെ പ്രത്യേക സ്വഭാവം എന്നാന്ന് ചോദിച്ചാൽ കൂടെ കൂടെ കാണാതെ പോവുക. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണ്? അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഒന്നും അറിയാൻ മേല, പക്ഷെ എല്ലാം അറിയാമെന്നുള്ള വിചാരമാണ്. അതുകൊണ്ടാണല്ലോ വഴി തെറ്റിപ്പോകുന്നത്. കൂടെ കൂടെ കാണാതെ പോകുന്നതാണ് ആടിൻ്റെ സ്വഭാവം. അതിലൊന്ന് കാണാതെ പോയാൽ എന്തു ചെയ്യും? അവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം എന്ത് ചെയ്യുമെന്ന്. 99നെയും വിട്ടിട്ട് ഒന്നിന് പുറകെ പോകും. അങ്ങനെ പോകാൻ കാരണം എന്താ? അതിൻ്റെ ലാഭം നോക്കിയിട്ടല്ല. അവിടെ ഒരു ഇച്ചിരി വൈകാരിക പ്രശ്നമുണ്ട്. ഇവരെല്ലാം ഈ ആടിനെ ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട് ഇവർക്ക്. ആടിനെല്ലാം പേരുണ്ട്. ഓരോ ആടിനും പേര് വിളിച്ചാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ കാണാതെ പോയാൽ ഉടനെ അത് എത്ര കിലോ വരും, അത് വിറ്റാൽ എന്നാ കിട്ടും, അങ്ങനെ കൂട്ടുകയില്ല. അങ്ങനെ കൂട്ടിയാൽ പോകാൻ ഒക്കുകയില്ല, പോയാൽ മുതലാകുകയില്ല. കാരണം പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ഇനി രാത്രി പോകണമെങ്കിൽ ഇരട്ടി ശമ്പളം കൊടുക്കണം. അങ്ങനെ പോയി ഇതിനെ കിട്ടിയാലും ചിലപ്പോൾ ഒടിഞ്ഞതായിരിക്കും, കാലൊടിഞ്ഞതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കൂലി വെച്ച് നോക്കിയാൽ, വില വെച്ച് നോക്കിയാൽ മുതലാകത്തില്ല. പക്ഷേ ഇതൊരു സ്നേഹത്തിൻ്റെ പ്രശ്നമാണ്. ഇതൊരു സ്നേഹത്തിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെയാ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയാനാണ് ഈ ഉപമ ഇങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ 99നെയും വിട്ടിട്ട് പോകുന്നു. പോയിട്ടോ തെരഞ്ഞു നടക്കുന്നു. തെരഞ്ഞു നടന്നിട്ട് കിട്ടിയാൽ ഇതിനെ എടുത്ത് തോളി വയ്ക്കും. അതിൻ്റെ മുറിവൊക്കെ കെട്ടും, അതിനെ ആശ്വസിപ്പിക്കും, അതിനോട് പേടിക്കണ്ടെന്ന് പറയും, അതിനെ ധൈര്യപ്പെടുത്തും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ പറയുന്നതാണ് അത്ഭുതം. അയൽക്കാരെയും സ്നേഹിതരെയും വിളിച്ചു കൂട്ടും. വിളിച്ചു കൂട്ടിയിട്ട് കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടീ പാർട്ടി എങ്കിലും നടത്തും. അതൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ഒരു പശ്ചാത്തലമുണ്ട്. ഈ ആട്ടിടയന്മാർ ഒരുമിച്ചാണ് കിടക്കുന്നത്. പല പല ടെൻറ്റിനകത്താണ് ഇതുങ്ങളെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരാട് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ കാട്ടിലേക്ക് പോകുകയല്ല, മറ്റേ കൂട്ടത്തിലുണ്ടോ നോക്കണം. ഉടനെ ചെന്ന് മറ്റേ ആളെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. അയാൾ ഉറങ്ങുമായിരുന്നു, അയാളുടെ ഉറക്കം കളഞ്ഞു. അവിടെ ചെന്നിട്ട് അതിനെ മുഴുവൻ പരിശോധിക്കണം, ഈ ഒരെണ്ണം അവിടെ ഉണ്ടോ എന്നറിയാൻ. അതിന് സമയം കുറേ എടുക്കും, എണ്ണി നോക്കണ്ടേ. അങ്ങനെ ഇതിനെല്ലാം പരിശോധിച്ച് വരുമ്പോൾ ഇവരെല്ലാം എഴുന്നേറ്റു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ പറയും, കിട്ടിയ വിവരം അറിയിക്കണേ. അറിയിച്ചാൽ മതിയോ? ചിലവുണ്ട് ഇതിന്. ഇതാ പരിപാടി, ഇത് സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അവിടെ കാണാതെ പോകുമ്പോൾ കണ്ടു കിട്ടും. അന്നേരം ഇവരും പോയി ചായ കുടിക്കാറുള്ളതാണ്.
ഇവിടെ കിട്ടുമ്പോൾ അവരും വീഴും. ഇതാണ് പരിപാടി. കർത്താവ് ഈ ഉപമ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇതുപോലെയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. കാണാതെ പോയ, നഷ്ടപ്പെട്ട, തകർന്ന, പരാജയപ്പെട്ട മനുഷ്യനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഉപമയ്ക്കകത്ത് നിന്ന് ഇന്ന് രാത്രിയിൽ യേശു കർത്താവിൻ്റെ സ്വഭാവം, യേശു കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം, അവൻ്റെ രക്ഷണ്യവേല, അവൻ്റെ പ്രവൃത്തി, ഇത് ഇന്ന് രാത്രിയിൽ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് ഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ആട്ടിൻകുട്ടി നഷ്ടപ്പെട്ട കാര്യം ഇടയൻ അറിഞ്ഞു എന്നതാണ്. അറിയുന്ന ഇടയൻ. ഇന്ന് രാത്രി സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും അതിൻ്റെ ഉള്ള അവസ്ഥയിൽ അറിയുന്നത് കർത്താവായ യേശു മാത്രമാണ്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. നഷ്ടപ്പെട്ടത് അവൻ അറിയുന്നു. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ആരും നമ്മുടെ അടുത്തില്ല. നമ്മുടെ വീട്ടിൽ പോലും കാണത്തില്ല, നമ്മുടെ കമ്പനിയിൽ കാണത്തില്ല, നമ്മുടെ റൂമിൽ കാണത്തില്ല. ആരും ആരെയും അറിയുന്നില്ല. ആർക്കും ആരെയും അറിയാൻ സമയമില്ല. എല്ലാവരും ബിസിയാണ്. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യതയും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ കുറ്റബോധങ്ങളും നമ്മുടെ സങ്കടങ്ങളും അറിയുന്ന ആരുമില്ല. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കൂടെ വൈകി വരുന്ന ഒരു കുട്ടിയെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. സൺഡേ സ്കൂളിൻ്റെ പുറത്ത് ആ പെൺകുട്ടി നിന്നു. അവിടെ നിന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ട് എഴുതിയെടുക്കുക. ഇങ്ങനെ കുറേ സമയം പോയപ്പോൾ ആ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ വന്നപ്പോൾ ചോദിച്ചു, മോൾ എന്താ പുറത്ത് നിൽക്കുന്നേ? ഞാൻ വൈകി വന്നതുകൊണ്ട് എന്നെ പുറത്ത് നിർത്തിയിരിക്കുക. നീ എന്താ വൈകി വന്നത്? അത് ചോദിച്ച വഴി ആ കുട്ടി പൊട്ടിക്കരഞ്ഞു. പാസ്റ്റർ അപ്പുറത്തെ മുറി കൊണ്ടുപോയി ചോദിച്ചു, എന്താ നീ കൂടെ വൈകി വരുന്നത്? അവൾ പറഞ്ഞു, സാർ, എനിക്ക് അമ്മയില്ല. എനിക്ക് 3 അനിയത്തിമാരുണ്ട്. അവർക്കെല്ലാം ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കാര്യം എല്ലാം ക്രമീകരിച്ച് മദ്യപാനിയായ എൻ്റെ പപ്പായുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം എനിക്ക് സൺഡേ സ്കൂളിൽ വരാൻ. എന്നാലും ഞാൻ ഈ പുറത്തുനിന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം. ഇതകത്ത് നിന്ന് കേട്ട അധ്യാപകൻ ഓടിച്ചെന്ന് ആ കുട്ടിയെ വിളിച്ചകത്ത് കൊണ്ടുവന്നിരുത്തി. പിന്നീട് ഒരിക്കലും ആ കുട്ടിയോട് വൈകി വരുന്നതിന് അദ്ദേഹം വഴക്ക് പറഞ്ഞില്ല. ആളെ മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിധിക്കുന്നത്. ആളെ മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തള്ളിക്കളയുന്നത്. ഒരാളെ മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും നേരെയില്ല, ആർക്കും അതിൻ്റെ ആവശ്യവുമില്ല. കാര്യങ്ങളോട് നമ്മൾ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല പലരും. ഞാൻ മലപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിസര പ്രദേശത്ത് നടന്ന 3 ദിവസത്തെ ഗോസ്പൽ മീറ്റിങ്ങിന് പോയപ്പോൾ എന്നെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചൊരു സംഭവം ഉണ്ടായി. ഒരു രാത്രി യോഗം, പിറ്റേ ദിവസം പകൽ യോഗം, പിറ്റേ ദിവസം രാത്രി യോഗം, പിറ്റേ ദിവസം പകൽ യോഗം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഓഡിയൻസിനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ 1ാമത്തെ രാത്രി തന്നെ ഒരു സഹോദരിയെ ശ്രദ്ധിച്ചു. യോഗം തുടങ്ങുമ്പോഴേ അവർ കണ്ണടച്ചാൽ യോഗം തീരുന്നവരെ കണ്ണു തുറക്കുന്നില്ല. അവർ കരയുന്നു, അവർ കൈയടിക്കുന്നു, ആരാധിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ഉറക്കെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അവർ മറുഭാഷ പറയുന്നു. ഞാൻ ഇവരെ ശ്രദ്ധിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ അവരെന്തൊരു ഭാഗ്യവതിയാ.
അവരെന്തൊരു എൻജോയ് ചെയ്യുക, പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിൽ അവരെന്തൊരു സന്തോഷം അനുഭവിക്കുക. എല്ലാ സഹോദരിമാരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, എല്ലാ വിശ്വാസികളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഈ സഹോദരി ആ ചർച്ചിലൊരു അനുഗ്രഹമാണല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക. ഞാൻ ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഈ സഹോദരി എന്ന് പറഞ്ഞു, ഇവരുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താ, ഇവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്നാ, ഇവർ ഇതുപോലെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിൻ്റെ, എൻജോയ് ചെയ്യുന്നതിൻ്റെ രഹസ്യം എന്ന് അറിയണമല്ലോ. 3-ാം ദിവസം പകൽ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഒന്ന് പരിചയപ്പെടാൻ അവസരമുണ്ടോ? പാസ്റ്ററെ ഞാനൊന്ന് പരിചയപ്പെടണമെന്ന് ഓർത്തിരിക്കുക, പേടിയായതുകൊണ്ടാണ് ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ പേടിക്കണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലോ. യോഗം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ചർച്ചിൽ വന്ന 400 പേരിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്നാന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച വഴിയെ ഒരൊറ്റ നിലവിളിയാണ്. പിന്നെ ഈ കരച്ചിൽ മാറ്റാൻ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഞാനാകെ വിഷമത്തിലായി. ഞാൻ കുറേ നേരം മിണ്ടാതിരുന്നു. ആ സ്ത്രീ ഈ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സാണ്. അവരുടെ ഭർത്താവ് അവരെ കഠിനമായി പീഡിപ്പിച്ച് അവരുടെ പൈസ മുഴുവൻ അപഹരിച്ച് അവർ ഈ നാട്ടിൽ നിന്ന് ജോലി വിട്ട് നാട്ടിൽ പോയി 2 കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കി. ഭർത്താവ് വേറെ ഒരു സ്ത്രീയുമായി ജീവിക്കുന്നു. ഈ സ്ത്രീ 2 കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. നീ ഈ വിശ്വാസത്തിൽ പോയിട്ടാണ് നിനക്ക് ഈ ഗതി വന്നതെന്ന് സ്വന്തം അപ്പനും അമ്മയും പറയുന്നു. ഇതിൽ കൂടുതൽ നരകത്തിൽ താമസിക്കുന്ന വല്ലവരും ഉണ്ടോ? ആ സ്ത്രീയാണ് ആ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. ഇതെന്തുവാ? എനിക്ക് മനസ്സിലായി, അവർ ജീവിതത്തിൽ ആകെ കൂടെ സന്തോഷിക്കുന്ന ഈ സമയത്താണ്. അതുകൊണ്ട് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നത്. അവർ ദുഃഖം മറക്കാനാണ് ഇങ്ങനെ കൈയടിക്കുന്നത്. അവർ ദുഃഖം മറക്കാനാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഓർത്തു നോക്ക്, നമുക്ക് ആളുകളെ അറിയില്ല. നമ്മൾ ഈ പുറമേ കാണുന്നതൊന്നും അല്ല ആളുകൾ. എല്ലാവർക്കും അവരവരുടേതായ എടുത്താൽ പൊങ്ങാത്ത ഭാരമുണ്ട്. ഇതറിയുന്ന ഒരുത്തനേ ഉള്ളൂ, കർത്താവായ യേശു. കർത്താവായ യേശു. ജീവിതത്തിലെ ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, ആരും കാണാത്ത മുറിവുകൾ, വർഷങ്ങളായി അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഇതെല്ലാം ചുമന്നുകൊണ്ടാണ് മനുഷ്യർ നടക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ ഓർത്ത് പലപ്പോഴും കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞാനൊരു യോഗത്തിനൊക്കെ പോയിരുന്ന എനിക്കറിയാം ദൈവം എന്നോട് സംസാരിക്കും. ഒരൊറ്റ വാക്ക് വന്ന് വീണാ മതി, അപ്പ വിടുതലാ, അപ്പ സൗഖ്യമാ, അപ്പ ആശ്വാസമാ. കാരണം ദൈവത്തിന് നമ്മെ അറിയാം, നമ്മുടെ പ്രശ്നം അറിയാം, നമ്മുടെ മുറിവ് എവിടെയാണെന്നറിയാം, നമ്മുടെ പരുക്ക് എവിടെയാണെന്നറിയാം. അതിന് പറ്റിയ മരുന്നായിരിക്കും ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് തരുന്നത്. അവൻ അറിയുന്ന ഇടയനാണ്. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിന് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിന്നെ നന്നായി അറിയുന്ന ഒരുത്തനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. നന്നായി മനസ്സിലാക്കുന്ന യേശു. ഇന്ന് രാത്രി യോഗത്തിന് വന്ന സുഹൃത്തെ, നിന്നെ നിന്റെ അപ്പൻ മനസ്സിലാക്കുന്നതിനേക്കാൾ, നിന്റെ അമ്മ മനസ്സിലാക്കുന്നതിനേക്കാൾ, നിന്റെ ഭാര്യ മനസ്സിലാക്കുന്നതിനേക്കാൾ, നിന്റെ പ്രിയപ്പെട്ടവർ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നവനാണ് കർത്താവായ യേശു. അതുകൊണ്ട് യേശുവിനെ ഇന്ന് രാത്രി അറിയാൻ ശ്രമിക്കുക. രണ്ടാമത് ഈ വേദഭാഗത്ത് നാം കാണുന്നത് അന്വേഷിക്കുന്ന ഇടയൻ. അന്വേഷിക്കുന്ന ഇടയൻ നഷ്ടപ്പെട്ടത് അറിഞ്ഞ ശേഷം ഇതിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അന്വേഷിക്കുക എന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. മതങ്ങളെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്ന ചിത്രമാണ് നമുക്ക് തരുന്നത്. എന്നാൽ ബൈബിൾ മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് തരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജുകളിൽ കാണാം, മനുഷ്യനെ ദൈവം അന്വേഷിക്കുക.
പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ഒളിച്ചു പാർക്കാൻ ആഗ്രഹിച്ച ആദമിനെയും ഹൗവയെയും അന്വേഷിച്ച് തമ്പുരാൻ അവിടെ ഇറങ്ങിച്ചത്. മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുന്ന ശബ്ദമാണ് ബൈബിളിന്റെ പേജുകളിൽ കാണുന്നത്. വീണ്ടും ബൈബിൾ മുമ്പോട്ട് വായിച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുന്നു. അതെ, ബൈബിൾ നമുക്ക് തരുന്ന ചിത്രം മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അന്വേഷിക്കാൻ ഈ ലോകത്തിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു മനുഷ്യനെ അന്വേഷിച്ചാണ് മനുഷ്യനായി ഭൂമി വന്നത്. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു എന്നതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സത്യം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. എന്തിനാണെന്നറിയാമോ? മനുഷ്യനെ അന്വേഷിക്കുവാൻ വേണ്ടി, മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി. ദൈവം മനുഷ്യനായി തീർന്ന ചരിത്രമാണ് ബൈബിളിന്റെ പ്രധാന സത്യം. ലോകത്തിലെ മതങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനുഷ്യൻ ദൈവമായി തീർന്ന ചരിത്രം ഒരുപാടുണ്ട്. മനുഷ്യർ വളർന്ന് 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 ദൈവങ്ങളായി മാറുന്നു. ഇന്ത്യയിലുമുണ്ട്, ലോകത്തെമ്പാടുമുണ്ട് മനുഷ്യ ദൈവങ്ങൾ. എന്നാൽ ബൈബിളിന്റെ ചരിത്രം നേരെ തിരിച്ച ദൈവം മനുഷ്യനായി വന്ന കഥയാണ്. ദൈവം മനുഷ്യനായി തീർന്നു. സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവം മനുഷ്യനായി തീർന്ന ചരിത്രമാണ് സുവിശേഷം. ബൈബിളിന്റെ പേജുകൾ പഠിച്ചാൽ ദൈവം മനുഷ്യനായി തീർന്നതിനേക്കാൾ വലിയൊരു സംഭവമില്ല. ലോകത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. എന്താ ക്രിസ്മസിന്റെ സന്ദേശം? ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം മനുഷ്യർക്ക് തൊടാവുന്ന രൂപത്തിൽ, മനുഷ്യർക്ക് കാണാവുന്ന രൂപത്തിൽ, മനുഷ്യർക്ക് അടുത്തിടപഴകാവുന്ന രൂപത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനു വന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത്. യേശുക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ അല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഒരു ദേവാലയം നിർമ്മിക്കാൻ അല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ഈ ഭൂമിയിൽ കുറച്ച് കെട്ടിടങ്ങൾ പണിയുവാനും അല്ല. നഷ്ടപ്പെട്ടതിനെ, കാണാതെ പോയതിനെ, തകർന്നതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. അതെ, അവൻ അന്വേഷിക്കുന്ന ഇടയൻ. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത്. യേശു ക്രിസ്തുവിന്റെ മരണം തികച്ചും വ്യത്യസ്തമായ മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കുലപാതകം അല്ല, അതൊരു രക്തസാക്ഷി മരണവും അല്ല, അതൊരു സ്വാഭാവിക മരണമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം പകരമരണമാണ്, പ്രായശ്ചിത്ത മരണമാണ്. നമുക്ക് ആർക്കും അന്വേഷിച്ചാൽ ഉത്തരം കിട്ടാത്തതാണ് അതിന്റെ കാരണം. അവനെ ആരും വധിച്ചതല്ല, അവൻ സ്വയമേ ജീവൻ തന്നതാണ്. കർത്താവ് അതിന്റെ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു, എൻ്റെ ജീവനെ തരുവാനും തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. എൻ്റെ ജീവനെ ആരും എന്നിൽ നിന്ന് എടുക്കുകയില്ല. ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ കർത്താവായ യേശുവിന്റെ മരണത്തിന്റെ അർത്ഥം? മനുഷ്യന്റെ പാപത്തിന്റെ
ശിക്ഷയേറ്റാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, നീ മരിക്കേണ്ട സ്ഥാനത്ത് യേശു കുരിശിൽ മരിച്ചു. അതെ, പാപിയെ രക്ഷിക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുവാൻ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ കർത്താവായ യേശു, നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ചിത്രമാണ് ബൈബിളിന്റെ ഏറ്റവും ആധികാരികവും മനോഹരവുമായ ചിത്രം. ബൈബിളിന്റെ പേജുകളിലെ ഏറ്റവും അസാധാരണമായ ചിത്രമാണ് ക്രിസ്തുവിന്റെ മരണം. പാപം ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ ദാരുണമായ വിധത്തിൽ, ക്രൂരമായ വിധത്തിൽ മരിക്കുന്ന ചിത്രം ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന സംഭവമാണ്. കർത്താവിനെ അതികഠിനമായി പീഡിപ്പിച്ച്, മുറിവേൽപ്പിച്ച്, അപമാനിച്ച് കുരിശിൽ തറച്ചു. കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയം ഇടത്തും വലത്തും രണ്ട് ദുഷ്പ്രവർത്തിക്കാർ കുരിശിൽ തൂക്കപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും കുരിശിൽ കിടന്ന് ശപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. യേശു അതിന് നടുവിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുരിശിലെ മരണം പെട്ടെന്ന് സംഭവിക്കത്തില്ല. മണിക്കൂറുകൾ 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 ഈ മരത്തിൽ ഇങ്ങനെ കിടക്കും, മരിക്കത്തില്ല. വർത്തമാനം പറയാം. അവിടെ കിടന്നുകൊണ്ട് അവർ വർത്തമാനം പറഞ്ഞു. ഈ രണ്ട് കള്ളന്മാരും ദൈവപുത്രനെ പരിഹസിച്ചു, നിന്ദിച്ചു, അപവാദം പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇവരോട് ക്ഷമിക്കണമേ എന്ന വാക്കുകൾ, ഒരു പക്ഷേ ഒരു കള്ളന് മാറ്റം വരുത്തി കാണും. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അവൻ മറ്റവനെ വിളിച്ചിട്ട് പറഞ്ഞു, നാം ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, എന്നാൽ ഇവൻ കുറ്റം ചെയ്യാതെയാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പെട്ടെന്ന് അവനൊരു തിരിച്ചറിവ് വന്നു. അവൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവിനെ വിളിച്ചു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഒരു ചെറിയ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. അത് വളരെ വൈകിയാണ് പ്രാർത്ഥിച്ചത്. അവനാണ് നഷ്ടപ്പെട്ട ആട്. കർത്താവ് എന്തിനു വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളത് അവിടെ വെച്ചങ്ങ് തെളിയിക്കുക. കർത്താവിന്റെ മരണം എന്തിനായിരുന്നു? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനായിരുന്നു. അത് അവിടെ വെച്ചങ്ങ് തെളിയിക്കുക. അവൻ അവിടെ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു സംഭവമാണത്. കർത്താവ് കയ്യിൽ ഇരുമ്പാണി അടിച്ച്, കാലിലും ആണി തറച്ച്, തലയിൽ മുൾക്കിരീടം അടിച്ച്, പുറമെല്ലാം അടിച്ചു പൊട്ടിച്ച്, ഒരു മനുഷ്യനെ കൊണ്ട് പോലും വർണ്ണിക്കാൻ കഴിയാത്ത അതികഠിനമായ വേദന, ഒരു മനുഷ്യനെ കൊണ്ടും ഒരു കവിയെ കൊണ്ടും വർണ്ണിക്കാൻ പറ്റാത്ത അതികഠിനമായ വേദനയിൽ കുരിശിൽ കിടക്കുമ്പോൾ ഈ പാപിയുടെ പ്രാർത്ഥന അവൻ കേട്ടു. അവന് ചെവി അപ്പോഴും കേൾക്കാം. അത്ര വേദനയിൽ കിടക്കുമ്പോഴും അവന് ചെവി കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നവൻ കുരിശിലല്ല, ഇന്നവൻ ഉയർത്തെഴുന്നേറ്റ് ഈ സഭയുടെ നടുവിൽ, ഈ കൂടിവരവിന്റെ നടുവിൽ അവൻ നടക്കുന്നു. ഇന്ന് നീ വിളിച്ചാൽ അവന് കേൾക്കാൻ പറ്റും. ഇന്ന് നീ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ അവന് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. മറ്റൊരു ചിന്ത, ഒരർഹതയുമില്ലാത്ത വിളിയാണ് ഈ കള്ളന്റെ വിളി. ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരർഹതയുമില്ലാത്ത വിളിയാ, അസ്ഥാനത്തുള്ള വിളിയാ, സമയം തെറ്റിയുള്ള വിളിയാ, അയോഗ്യനായ ഒരുത്തന്റെ വിളിയാ. അവനോട് ചോദിക്കാൻ പല ചോദ്യമുണ്ട്. നിനക്ക് യേശുവിനെ വിളിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയത്? ഒന്ന്, നീ കുരിശേല. രണ്ട്, യേശു കുരിശേല. യേശു ഇതുവഴി വെള്ളം വീഞ്ഞാക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നടന്നപ്പോൾ നിനക്ക് അവനെ വിളിക്കാമായിരുന്നു. വിളിച്ചില്ല. അവന് ഒരു യോഗ്യതയുമില്ല. അവൻ ആ സമയത്താണ് വിളിച്ചത്, അയോഗ്യതയിൽ നിന്നാണ് വിളിച്ചത്, അസ്ഥാനത്താണ് വിളിച്ചത്. എന്നിട്ടും കേട്ടു. അങ്ങനെയാണെങ്കിൽ അവൻ ആരുടെ വിളിയാ തള്ളിക്കളയുന്നേ? ആരുടെ നിലവിളിയാണ് അവൻ തള്ളിക്കളയുന്നത്? ഇന്ന് രാത്രിയിൽ അബുദാബിയിൽ നടക്കുന്ന ഈ കൺവെൻഷനിൽ, ഈ സുവിശേഷ യോഗത്തിൽ നിന്റെ നിലവിളി കേൾക്കാൻ അവന് കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരാം. ഹല്ലേലൂയ.
യേശുവിന്റെ കാതുകൾ ആർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു? യേശുവിന്റെ കാതുകൾ ആർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു? അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. മുറിവേറ്റവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ആരും കേൾക്കാനില്ലാത്തവന്റെ ശബ്ദം കേൾക്കും. ആരും കാണാനില്ലാത്തവന്റെ നിലവിളി അവൻ കാണും. ആരും സഹായിക്കാനില്ലാത്തവന്റെ വാക്ക് അവൻ കേൾക്കും. അതിന്റെ അനുഭവസ്ഥരാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പലരും. ആരും കേൾക്കാത്ത നിലവിളി യേശു കേട്ടു. ആരും കാണാത്ത വേദന അവൻ കണ്ടു. ആരും പരിഗണിക്കാത്ത അപേക്ഷ അവൻ പരിഗണിച്ചു. ആസ്ഥാനത്ത് വന്നിട്ടും വൈകി വന്നിട്ടും അയോഗ്യതയിൽ വന്നിട്ടും ഒരു യോഗ്യതയും പറയാനില്ലാത്ത സമയത്തും കർത്താവ് നിലവിളി കേട്ടു. അങ്ങനെ നല്ല ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതെ, അവൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നതാണെന്ന്, അവൻ ആടുകൾക്ക് വേണ്ടി ജീവൻ തരുന്നു എന്ന് അവൻ ആ കുരിശെ വെച്ച് തെളിയിക്കുകയായിരുന്നു. കർത്താവ് നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുവാൻ മനുഷ്യനായി അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആട്ടിടയൻ ചെയ്ത ജോലി മാത്രമല്ല ചെയ്തത്. യേശു ചെയ്തത് അതിനേക്കാൾ വലിയ കാര്യമാണ്. സകല മനുഷ്യവർഗത്തിനും വേണ്ടി കർത്താവ് പറഞ്ഞ ഉപമയിലെ ഒരിടയൻ ഒരാടിനു വേണ്ടിയാണ് ഈ സമയം മുഴുവൻ ചെലവഴിച്ചത്. എന്നാൽ നല്ല ഇടയനായ യേശു ഒരാടിനു വേണ്ടിയല്ല, ഈ ലോകത്ത് മുഴുവനുമുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ് കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇടയൻ ആടിനെ തിരഞ്ഞു പോയത് ഇടയന്റെ വീട്ടിലും കോമ്പൗണ്ടിലുമല്ല. ആടെവിടെ കിടക്കുന്നോ അവിടെ വരെ പോയി. ദൈവപുത്രൻ മനുഷ്യനെ അന്വേഷിച്ചു വന്നത് സ്വർഗത്തിലല്ല, മനുഷ്യനെവിടെയോ അവിടം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ തെളിച്ചങ്ങ് പറയാം. കേരളത്തിൽ വെച്ച് നിന്നെ അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നതുകൊണ്ടാണ് നിനക്കൊരു വീസ എടുത്ത് നിന്നെ അബുദാബിക്ക് കയറ്റിവിട്ടത്. നിനക്ക് ആരെ കൊണ്ടെങ്കിലും ഒരു വീസ എടുപ്പിച്ച് നിന്നെ UAE കയറ്റിവിട്ടത് ഇടയന് നിന്നെ കണ്ടെത്താൻ എളുപ്പം ഇവിടെ വെച്ചായതുകൊണ്ടാ. എനിക്ക് എത്രയോ പേരുടെ അനുഭവ സാക്ഷ്യം അറിയാം. നാട്ടിൽ വെച്ച് സുവിശേഷം പറഞ്ഞാൽ കേൾക്കാത്തവർ, ബൈബിൾ പറഞ്ഞാൽ കയ്യിലെടുക്കാത്തവർ, ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ പോകാത്തവരെ ദൈവം തമ്പുരാൻ ഒരു ജോലി തന്ന് ഇങ്ങോട്ട് കയറ്റിവിട്ടു. ഇവിടെ വന്നതിനാൽ ഈ സത്യം അറിയാനിടയായി, ഇവിടെ വന്നതിനാൽ ഈ സുവിശേഷം അറിയാനിടയായി. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് നിന്ന് ഒരു കുടുംബം കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച എൻ്റെ ചർച്ചിൽ ആരാധനയ്ക്കുണ്ടായിരുന്നു. അവർ സാക്ഷ്യം പറഞ്ഞത് 4 വർഷം ഈ നാട്ടിൽ ജോലി ചെയ്തതുകൊണ്ട് കിട്ടിയ നേട്ടം ദൈവത്തിന് വചനമറിയാനിടയായി. ആ സഹോദരിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സുവിശേഷം കേട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പുള്ളിയുടെ ഭാര്യ ശക്തമായിട്ട് എതിർത്തു. പുള്ളി ക്ഷമയോടെ ആ എതിർപ്പെല്ലാം സഹിച്ചു. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കൊന്ത കൈ പിടിക്കും. ഇതുപോലെ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ കൊന്ത ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേയിരുന്നു. എന്തിനാണെന്നറിയാമോ? ഇത് അങ്ങോട്ട് ഏക്കാതിരിക്കാൻ. അപ്പൊ ഈ സഹോദരന് 1-2 പേരോട് ചോദിച്ചു, ഇതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്. അറിയാവുന്നവർ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഉരുട്ടിക്കോട്ട്, വന്നല്ലോ, ഒന്നും മിണ്ടണ്ടാന്ന് പറഞ്ഞു. ചിലരാണ് അതിന് വേളം ഉണ്ടാക്കും, അറിയില്ലാത്തതുകൊണ്ടാ. എടാ, കർത്താവാ യേശുവിന് ഇത് വലിയ കാര്യമാണോ? കയ്യൽ എന്നൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, അവിടെ കിടന്നോട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമ്പോൾ അതെല്ലാം പൊട്ടും, അതെല്ലാം തന്നെ അഴിഞ്ഞു പോകും. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ 1 കൊല്ലക്കാലം ഇതും കൊണ്ട് വന്ന് പ്രാർത്ഥന കൂടി. വചനം സത്യമാണ്. ഇതിനിടെ കേൾക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നതിൽ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം അകത്ത് കയറി ഒടുവിൽ തീരുമാനമെടുത്തു. പക്ഷെ ഇത് മാത്രം കളയത്തില്ല. സ്നാനം സത്യമാണെന്ന് മനസ്സിലായി, പക്ഷെ ഇത് കളയത്തില്ല. ഇത് കളയാതെ സ്നാനപ്പെട്ടോട്ടെന്ന് ചോദിച്ചു. ഇല്ല, ഇച്ചിരൂടെ മനസ്സിലായിട്ട് മതി എന്ന് പറഞ്ഞു. ഒടുവിൽ തമ്പുരാൻ തന്നെ നേരിട്ട് ഇടപെട്ട് ആ സഹോദരി അത് ഉപേക്ഷിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. തൃശ്ശൂർ ഭാഗത്ത് ഒരുപാട് സഹോദരന്മാർ ഈ അടുത്ത കാലത്ത് രൂപാന്തരത്തിലേക്ക് ദൈവം നടത്തി. അതിലൊരു സുഹൃത്തിനെ ഇന്ന് ഞാൻ ആ പുറയിലിരിക്കുമ്പം കണ്ടു. ഇവിടെ വന്നിരിപ്പുണ്ട്.
അവരൊരു ടീമായിട്ട് പിറവത്ത് വന്നു. 2-3 ദിവസം എൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു സ്നാനം മാത്രം പറയരുതെന്ന്. ഇല്ല, സ്നാനം പറയുന്നില്ലല്ലോ, സുവിശേഷമല്ലേ പറയുന്നുള്ളൂ. പോകാൻ നേരത്ത് 2 പേര് പറഞ്ഞു ഞങ്ങൾ ഏതായാലും സ്നാനപ്പെട്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ അവരെ ഞാൻ അവിടുന്ന് സ്നാനപ്പെടുത്തി വിട്ടു. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കണ്ടത്. ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരനൊന്ന് കൈ ഉയർത്തി പിടിച്ചാട്ടെ. വേണ്ട, അത് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളോട് സത്യം പറയുകയാണ്. ഭൂമിയിൽ ഒരു സത്യമേ ഉള്ളൂ, അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന കർത്താവായ യേശു, പാപിയെ രക്ഷിപ്പാൻ ഈ മണ്ണിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ്റെ ശബ്ദമാണ് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇടയൻ ആടിനെ തെരഞ്ഞത് ഇടയൻ്റെ വീട്ടിലല്ല, ഇടയൻ്റെ വീട്ടിലും കോമ്പൗണ്ടിലുമല്ല. ആട് എവിടെയോ അവിടം വരെ. ആട് കാട്ടിലാണെങ്കിൽ അവിടം വരെ, ആട് തോട്ടിലാണെങ്കിൽ അവിടം വരെ, ആട് കുഴിയിലാണെങ്കിൽ അവിടം വരെ, ആട് എവിടെ തകർന്നു കിടക്കുന്നു അവിടം വരെയും അന്വേഷിച്ച് ചെല്ലുന്നതാണ് ഇടയൻ്റെ ശബ്ദം. നിങ്ങൾ, ഞങ്ങൾ, നമ്മൾ എവിടെയെല്ലാം ആയോ അവിടെയെല്ലാം ദൈവം സുവിശേഷകന്മാരെ അയച്ചു. നമ്മൾ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു. അവിടെയെല്ലാം സുവിശേഷകന്മാരെ അയച്ചു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനവുമായി ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു. എന്തിനാ? ഇതിനെ കണ്ടെത്താൻ വേണ്ടി. അന്വേഷിക്കുന്ന ഇടയനെ ഇവിടെ കാണാം. ഇന്ന് രാത്രിയിലും ഈ യോഗം എന്തിനു വേണ്ടി വെച്ചു എന്നറിയാമോ? ദൈവം നിന്നെ അന്വേഷിച്ചത് കൊണ്ടാണ്. സുവിശേഷകന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ നോട്ടീസ് തന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം നിന്നെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ദൈവം നിന്നെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. ഈ സുവിശേഷകന്മാരാരും നിങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നീ അത് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ വലിപ്പം നീ നാളെ അറിയും, പിന്നീട് അറിയും. അന്ന് നീ പറയും, എൻ്റെ ദൈവമേ, ഇത്രയും നീ എന്നെ സ്നേഹിച്ചോ എന്ന് നീ ചോദിക്കും. അതെ, ഞങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, അവൻ നമ്മെ അന്വേഷിച്ചത് കൊണ്ടാണ് സുവിശേഷകൻ നമ്മുടെ വീട്ടിൽ വന്നത്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ ഒരു കടലാസുമായി നിന്റെ വീട്ടിൽ വന്നത്. എന്താണ് അതിൻ്റെ പുറകിലത്തെ സത്യം എന്നറിയാവോ? നിന്നെ ഇടയൻ അന്വേഷിക്കുന്നു. നിന്നെ ഇടയൻ അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സുവിശേഷകൻ നിന്റെ വീട്ടിൽ വന്നത്. മൂന്നാമത്തെ ചിന്ത, ഈ ഇടയൻ കണ്ടെത്തുന്ന ഇടയനാണ്. കണ്ടെത്തി 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 അന്വേഷിച്ചു എന്ന് വരുത്തി തീർക്കുകയല്ല, കണ്ടെത്തുന്നത് വരെയും അന്വേഷിച്ചു. അതെ, അവൻ കണ്ടെത്തുന്ന ഇടയൻ അത്രേ. പിടികൊടുക്കാതെ ഓടി നടന്ന അനേകരെ എനിക്കറിയാം. കണ്ടെത്താൻ വേണ്ടി കർത്താവ് പല വഴിക്കൂടെ നടത്തി, മുമ്പും പിൻപും അടച്ചു, ഒടുവിൽ പിടികൂടി കണ്ടെത്തി. അതൊക്കെ കഴിഞ്ഞ് സാക്ഷി പറയുമ്പോൾ നമ്മൾ പറയും, എൻ്റെ 46-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടെത്തി. അപ്പോൾ യേശു പറയും, നീ പറഞ്ഞതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. നീ എന്നെ കണ്ടെത്തിയതല്ല, ഞാൻ നിന്നെ കണ്ടെത്തിയതാണ്. പിന്നെ എന്തേലും ആട്ടെ, ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അതെങ്കിലും പറയുന്നു. അതുകൊണ്ട് കർത്താവ് ഒന്നും മിണ്ടത്തില്ല. നമ്മളൊക്കെ പറയാറുണ്ട് 40-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കണ്ടെത്തിയെന്ന്. അല്ല, കർത്താവ് നിൻ്റെ പുറകെ നടന്ന് നിന്നെ കണ്ടെത്തിയതാ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അതെ, കർത്താവ് നമ്മെ കണ്ടെത്തിയതിനാൽ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാനോടുന്നു, ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവാനാവതല്ലിനി, മാറുവാനാവതല്ലിനി. ലോകത്തിലെ
യേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും ഓ വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും ആമേൻ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാനോടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതല്ലിനി, മാറുവാനാവതല്ലിനി. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും. നാം ഇങ്ങനെയാണ് വായിച്ചത്. കണ്ടെത്തിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി സന്തോഷിക്കുകയില്ലയോ? കണ്ടെത്തിയാൽ അടുത്ത കാര്യം, നാലാമത്തെ കാര്യം, തോളിൽ എടുക്കുന്നു എന്നതാണ്. തോളിൽ എടുക്കുന്ന ഇടയൻ. അധ്യാപകർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയ ഒരു അധ്യാപകൻ, ഒരു കത്തോലിക്ക സ്ഥാപനമായിരുന്നത്. അദ്ദേഹം അധ്യാപകർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയതുകൊണ്ട് എവിടെ തുടങ്ങണം എന്നോർത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഇടയൻ്റെ പടമായിരുന്നു ആ ഭിത്തിയിലെ. നല്ല ഇടയൻ്റെ പടം. ഒരു ആടിനെ ഇങ്ങനെ തോളലിട്ടുണ്ട് വടിയും പിടിച്ച് നിൽക്കുന്ന ഇടയൻ്റെ പടമാണ്. ഈ സാറ് അതിൽ നിന്ന് തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ കാണിച്ചിരിക്കുന്ന പടം യേശുക്രിസ്തുവിനെയാണ് ഭാവനയിൽ കണ്ടിരിക്കുന്നത്. ലോകം കണ്ടതിൽ ഏറ്റവും നല്ല അധ്യാപകൻ യേശുക്രിസ്തുവാണ്. പക്ഷെ അദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് മുഖപക്ഷമാണ് കാണിച്ചിരിക്കുന്നത്. മുഖപക്ഷം തെറ്റ് ചെയ്ത് വഴിതെറ്റി തോന്നിയവാസം കാണിച്ചു പോയ ആടിനെ തോളലെടുത്തിരിക്കുക. ഒരു കുഴപ്പവും ചെയ്യാത്ത ആടൊക്കെ താഴെ നിൽക്കുക. ഇതാണ് അധ്യാപകൻ ചെയ്യേണ്ടത്. ഇതാണ് നല്ല അധ്യാപകൻ എന്ന് തുടങ്ങി അദ്ദേഹം ക്ലാസ് ആരംഭിച്ചു. അതെ, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളൊരു പടമാണത്. യേശുക്രിസ്തുവിൻ്റെ പടം ഉണ്ടെന്നല്ല, ആ ചിത്രത്തിനകത്തെ മെസ്സേജ് അതാണ്. തെറ്റുപറ്റിയ ആടിനെ തോളിലിട്ടിരിക്കുന്നു. തോളിൽ ചുമക്കുന്ന ഇടയൻ. എന്നാ തോളിൽ ചുമക്കാൻ തുടങ്ങുന്നേ? എത്ര കാലം ചുമക്കും? ഉത്തരം, എന്ന് യേശു കർത്താവ് നിന്നെ കണ്ടെത്തുന്നോ അന്നു മുതൽ ചുമക്കും. എത്ര കാലം? വീട്ടിലെത്തിക്കും വരെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നാം അവൻ്റെ തോളിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാട്ടെഴുതിയത്, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നടക്കുകയല്ല, നമ്മളെ നടത്തുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വരികയല്ല, നമ്മളെ കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ അധ്വാനമല്ല ക്രിസ്തീയ ജീവിതം, കർത്താവിലുള്ള ആശ്രയമാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ല, കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്നതാണ്,
കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. വഴിതെറ്റിപ്പോയ ആടിനെ, കാണാതെ പോയ ആടിനെ ഇടയൻ കണ്ടെത്തിയിട്ട് തോളിൽ എടുത്തു. വീട്ടിലെത്തുന്നവരെ ഈ ആട് ഇടയൻ്റെ തോളിലാണ്. ക്രിസ്തീയ ജീവിതം കർത്താവ് നമ്മെ ചുമക്കുന്ന നാളുകളാണ്. അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, കർത്താവ് ചുമന്നാണ് ഇന്നുവരെ നടത്തിയത്. ഭാരങ്ങളുള്ള ജീവിതം, പ്രയാസങ്ങളുള്ള ജീവിതം, എതിർപ്പുകളുള്ള ജീവിതം, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, പീഡനങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, അവഗണനകൾ, എന്തിനേറെ വധഭീഷണി വരെ ഈ മാർഗത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് തൻ്റെ തോളിൽ നമ്മെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഇതിൻ്റെ വിഷമമൊന്നും അറിയുന്നില്ല, നാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. പലർക്കും ഇന്നിതൊരു സമുദായമാണ്. പലർക്കും അതിൻ്റെ ആ വേദനയുടെ അനുഭവങ്ങൾ അറിഞ്ഞുകൂടാ. കർത്താവ് നമ്മെ ചുമന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ വഴി എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷം വിശ്വസിച്ച് ഇവിടെ വെച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? നിന്നെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കുക. ഇന്നലെ രാത്രി ഇവിടെ പലരും തീരുമാനം എടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ തീരുമാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ വളരെ ചെറിയ കാര്യം ചെയ്തുള്ളൂ, പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. അന്ന് മുതൽ സർവശക്തൻ്റെ കൈകളിൽ നിന്റെ ജീവിതം ഭദ്രമാകുകയാണ്. ബൈബിൾ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. യേശുവിനെ ഒരുവൻ സ്വീകരിക്കുമ്പോൾ, ജീവിതം കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ, നാം കാണുന്നില്ലെന്നേ ഉള്ളൂ, അദൃശ്യമായൊരു കരം അന്ന് തന്നെ നിന്നെ ചുമക്കാൻ തുടങ്ങുകയാണ്. നിന്റെ വഴി മുഴുവൻ പിന്നീട് അവനാണ് നിയന്ത്രിക്കുന്നത്. ഇത് കെട്ടുകഥ പറയുകയല്ല, ഇത് അനുഭവിക്കുന്ന സത്യം പറയുകയാണ്. ഓരോ ദിവസവും കർത്താവ് ചുമന്ന് നടത്തുന്ന അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ ചുമന്നിട്ടുണ്ടോ? ഓർത്ത് നോക്കി. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ ചുമന്നിട്ടുണ്ടോ? ചുമന്നിട്ടുള്ള പലരെ എനിക്കറിയാം. പെരുന്നാളിന് ഉണ്ണീശോയെ ചുമന്നുകൊണ്ട് പോയി ഒരു ചെറുപ്പക്കാരൻ. കയ്യിൽ നിന്ന് താഴെ വീണ് കാലൊടിഞ്ഞു. അവിടെയുള്ള മൂപ്പന്മാരെല്ലാം കൂടി അവനെ ശപിച്ചു, നീ ഒരു കാലത്ത് ഗുണം വരികയെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും താഴെ വീണേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ണീശോയെ അത് വീഴുകയും ചെയ്തു, ഒടിയുകയും ചെയ്തു. അവൻ അന്ന് നിരീശ്വരവാദിയായി. അവൻ പറയുന്നത്, ഞാൻ വീഴുമ്പോൾ എന്നെ ചുമക്കേണ്ടതല്ലേ ദൈവം? ഇത് ദൈവത്തെ ഞാൻ ചുമക്കുക, അത് എൻ്റെ കയ്യിൽ നിന്ന് വീഴുക, അതിൻ്റെ കാലൊടിയുക, അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവൻ നിരീശ്വരനായിപ്പോയി. ഞാൻ ചോദിക്കുന്നത് ശരിയല്ലേ അവൻ പറഞ്ഞത്? ശരിയല്ലേ? മനുഷ്യൻ ദൈവത്തെ ചുമക്കുക, അത് താഴെ പോവുക, അതിൻ്റെ കാലൊടിയുക, ഇതൊക്കെ നാണക്കേട്. അപ്പം നിരീശ്വരവാദി ആയി പോയതിൽ എന്താ അത്ഭുതം? അവന് 40-40 വയസ്സായപ്പോൾ അവനൊരു സുവിശേഷ യോഗം കേട്ടു. നീ ചുമക്കുന്ന ദൈവമല്ല, നിന്നെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മനുഷ്യൻ അവിടെ നിന്നു. യോഗം കഴിഞ്ഞപ്പോൾ ഉപദേശം എടുക്കെന്ന് ചോദിച്ചു. ഒന്നുകൂടെ പറഞ്ഞ വാചകം, നീ ചുമക്കുന്ന ദൈവമല്ല, നിന്നെ ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതാരാ? യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ ചുമന്നിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി താഴെ വെയ്യ്. നിന്നെ ചുമക്കാൻ ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്ത് ചുമക്കാൻ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നു. ഒരാവേശമുണ്ടാക്കാൻ ഞാൻ പറഞ്ഞതല്ല. 35 കൊല്ലമായി ഞാൻ ഈ ബൈബിൾ പ്രസംഗിക്കുകയാണ്. ഈ സത്യം വിശ്വസിച്ച് ആരും പെരുവഴിയായി പോയിട്ടില്ല. ഈ സത്യം വിശ്വസിച്ച് ആരും അനാഥരായി പോയിട്ടില്ല. അവർ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. 8 കൊല്ലം മുമ്പ് എൻ്റെ ചർച്ചിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരിയെ അവളുടെ ഭർത്താവും കൂട്ടുകാരും കൂടെ വന്ന് ബലം പ്രയോഗിച്ച് ഹോളിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി. സഭ മൊത്തം വാവിട്ട് കരഞ്ഞു. കർത്താവേ, ആ സഹോദരി എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്തില്ല, പ്രാർത്ഥനയ്ക്ക് പോയതേ ഉള്ളൂ. അവരെ കൊല്ലുവോ ഉപദ്രവിക്കുമോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പോലും സാധിച്ചിട്ടില്ല, ഫോണില്ല. 8 കൊല്ലത്തിന് ശേഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊരു ഫാസ്റ്റിംഗ് പ്രെയർ ഒരു പൊതുസ്ഥലത്ത് ഒരു പന്തലിട്ടൊരു വലിയ മീറ്റിംഗ് വെച്ചു.
ആൾക്കോട്ട് ഒരു 1500 പേര് കൂടിയ യോഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പുറകിൽ പരിചയമുള്ളൊരു മുഖം, ആ സഹോദരിയാണ് വന്നിരിക്കുന്നത്. ഞാൻ യോഗം കഴിഞ്ഞവരോട് ചോദിച്ചു, ഇന്നയാളാണോ? അതെ. പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ പോകാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാൻ അനുവാദം കിട്ടി. നിങ്ങളെ ഉപദ്രവിച്ചോ? ആദ്യമൊക്കെ ഇച്ചിരി ഉപദ്രവിച്ചു, ഇപ്പം അവർ തോറ്റു. ഉപദ്രവിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് ഗ്യാരണ്ടി ഇല്ലാത്തൊരു മാർഗമല്ല. ഇത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു മാർഗമല്ല. ഇത് വഴിയിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന മാർഗമല്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ച യേശു അവസാനത്തോളം ചുമക്കാൻ മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ നിന്നെ മാത്രമല്ല, നിനക്കുള്ളതിനെയും കൂടെ ചുമക്കുവാൻ അവൻ റെഡിയാണ്. നിന്റെ മുഴുവൻ ഭാരവും ഇന്ന് രാത്രി കർത്താവിൻ്റെ മേലിട്. നിന്റെ മുഴുവൻ ചിന്താകുലവും ഇന്ന് രാത്രി കർത്താവിൻ്റെ മേലിട്. നിന്റെ ജോലി പ്രശ്നം യേശുവിൻ്റെ മേൽ വെക്ക്. സകലവും ഏറ്റെടുക്കാൻ അവൻ തയ്യാറാണ്. കർത്താവിനെ വിശ്വസിക്കുന്ന അന്ന് മുതൽ നീ അവൻ്റെ തോളിലാണ്. അക്കരെ നാട്ടിൽ വീട്ടിലെത്തിക്കുവോളം അവൻ ചുമക്കും. പ്രൈസ് ദി ലോർഡ്. നരയ്ക്കുവോളം ചുമക്കാമെന്നാണ് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി താങ്ങാനാവാത്ത ഭാരവുമായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ഇന്ന് രാത്രി കർത്താവ് തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൻ്റെ ഒടുവിൽ മുമ്പോട്ട് വന്നാൽ മതി, പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞാൽ അതതുപോലെ ചെയ്യുന്നവനാണ്. ഓരോ ദിവസവും ഈ ശുശ്രൂഷയിൽ ഈ അനുഭവങ്ങൾ എണ്ണി എണ്ണി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, കർത്താവ് ചുമക്കുന്ന ഇടയനാണ്. 5ാമത്തെ കാര്യം, അവൻ വീട്ടിൽ എത്തിക്കുന്ന ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. പെട്ടെന്നൊന്ന് വായിച്ചേര്. യോഹന്നാന്റെ സുവിശേഷം 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ വീട്, യേശു പറയാ, എന്റെ പിതാവിന്റെ വീട്, അങ്ങനെ ഒരു വീടുണ്ട്. അവിടെ അനേകം വാസസ്ഥലമുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. ഈ സുവിശേഷ യോഗം നടത്തുന്നത് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ജോലി പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ തരാൻ മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ രോഗത്തിൽ നിന്നൊരു വിടുതൽ തരാൻ മാത്രമല്ല. ഈ സുവിശേഷ യോഗം നടത്തുന്നത് ഇപ്പോഴുള്ള ഗതികേടിൽ ഒരു ആശ്വാസത്തിനല്ല. ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു നിത്യജീവനുണ്ട്. അതിനും കൂടെയാ ഈ യോഗത്തിന് നിങ്ങളെ വിളിച്ചത്. ഇന്ന് വരെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള എല്ലാ കലാപരിപാടികളും ഇവിടെ തീരും. എന്നാൽ ഈ യാഗം നിങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കും. നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സിനിമ, നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ്, നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ക്രിക്കറ്റ് കളിയെല്ലാം ഇവിടെ മാത്രം അവസാനിക്കും. എന്നാൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള സുവിശേഷ യോഗം നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കും. യേശു വളച്ചുകെട്ടില്ലാതെ സിമ്പിളായിട്ട് പറയുക, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്, നിങ്ങളെ അവിടെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. വായിച്ചോ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശു പറഞ്ഞതാ. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. സ്തോത്രം. വീട്ടിൽ എത്തിക്കുന്ന ഇടയൻ. സുഹൃത്തുക്കളെ, യേശു ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നത് ചരിത്ര സംഭവമാണ്. ഇനി മടങ്ങി വരുമെന്നുള്ളതും ചരിത്ര സംഭവമായി മാറും. എന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ യേശു ക്രിസ്തു മടങ്ങി വരും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക.
ഇപ്പം ഇത് നടക്കുമ്പോൾ ലോകത്തെ എത്ര കോടി ആളുകൾ സുവിശേഷ പ്രസംഗം കേൾക്കുന്നുണ്ട്. ടെലിവിഷനിലൂടെ, വിവിധ കൺവെൻഷനിലൂടെ സുവിശേഷവും കേട്ടുകൊണ്ടിരിക്കുക. എന്തിൻ്റെ മാറ്റുലിയാണെന്നറിയാമോ? കർത്താവ് വരാറായി. സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ വരവ് സംഭവിക്കും. കഴിഞ്ഞ ദീർഘവർഷമായി സഭ കാത്തിരുന്നു, ആമേൻ കർത്താവേ വരണമേ എന്ന് പറഞ്ഞു. ഇതുവരെ യേശു വന്നിട്ടില്ല. ഈ വരുന്ന ദിനങ്ങളിൽ കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. ഇതിനു വേണ്ടി ഒരുങ്ങാനും കൂടെയാണ് നിങ്ങളെ ഞങ്ങൾ ഈ യോഗത്തിന് വിളിച്ചത്. നിത്യതയുടെ ഒരു ചിന്തയാണ് സുവിശേഷ യോഗം നമുക്ക് തരുന്നത്. അവൻ വീട്ടിൽ എത്തിക്കുന്ന ഇടയനാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നതും മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചതും പാപികൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതും നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യജീവനാണ് പ്രധാനം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ തൻ്റെ വിശുദ്ധ സഭയെ തൻ്റെ അടുക്കൽ അവൻ ചേർക്കും. ഇതാണ് സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ സന്ദേശം. ഇന്ന് രാത്രി വരെയും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നിങ്ങൾ വേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ വിമർശിച്ചപ്പോൾ യേശു പറഞ്ഞ ഉപമയുടെ വിശദീകരണമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി നമ്മുടെ സമർപ്പണത്തിൻ്റെ സമയമാണ്. ഇടയൻ ആടിനെ അന്വേഷിച്ച് ചെല്ലുന്നു, ആടിനെ കണ്ടെത്തുന്നു, തോളിലെടുക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു. അത് ആടും ഇടയനുമാണ്. ഇവിടെ ഞാനും നിങ്ങളും മനുഷ്യരാണ്. നമ്മെ രക്ഷിപ്പാൻ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നു. അവൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് കുരിശിൽ പാപികൾക്ക് വേണ്ടി മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ രക്ഷ പ്രാപിക്കാൻ എന്താ മാർഗം? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാതെ പോയതിനെ യേശു കർത്താവ് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക വശം എന്താണ്? വളരെ ലളിതമാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വളരെ ലളിതമാണ്. ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, 1 കിലോമീറ്റർ പോലും യാത്ര ചെയ്യേണ്ട, ഒരു മല കയറേണ്ട, ഒരു പുണ്യസ്ഥലത്ത് പോകണ്ട, ഒരു വഴിപാട് കഴിക്കേണ്ട, നേർച്ചയിടേണ്ട, നോയമ്പ് നോക്കണ്ട. അതെന്താ? ഇതെല്ലാം യേശു ചെയ്തു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള മുഴുവൻ ശിക്ഷയും കർത്താവ് കുരിശിലേറ്റു. യേശു ക്രിസ്തു എല്ലാം ചെയ്തു. അത് വിശ്വസിച്ചൊരാളെ ഏറ്റെടുത്താൽ അവന് രക്ഷിക്കപ്പെടാം, അവന് നിത്യജീവൻ പ്രാപിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്.